അടുത്ത നമ്മളെ ടോപ്പിക്കാണ് റൈറ്റ്സ് ഓഫ് ആൻ ഓഡിറ്റർ. അപ്പോൾ ഓഡിറ്ററിൻ്റെ റൈറ്റ്സ് അല്ലെങ്കിൽ നമുക്ക് പറയാം ഓഡിറ്ററിൻ്റെ പവേഴ്സ്. അപ്പോൾ ഓഡിറ്ററിൻ്റെ റൈറ്റ് അല്ലെങ്കിൽ ഓഡിറ്ററിൻ്റെ പവർ, ഇതിനെക്കുറിച്ചാണ് അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ റൈറ്റ്സ് ആൻഡ് പവേഴ്സ് ഓഫ് ആൻ ഓഡിറ്റർ. അപ്പോൾ ഇതിൽ ഒട്ടാകെ 10 പോയിൻറ്റ്സ് ആണ് ഉള്ളത്. 10 പോയിൻറ്റ്സ് ആണ് ഇതിലുള്ളത്. നമുക്ക് ഓരോ പോയിൻ്റായിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഒന്നാമത്തെ റൈറ്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് റൈറ്റ് വരുന്നത് റൈറ്റ് ടു ആക്സസ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. റൈറ്റ് ടു ആക്സസ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. ഇപ്പോൾ ഒരു കാര്യം പറയാം, ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ സെക്ഷൻസ് കാണും. ഈ സെക്ഷൻസ് നിങ്ങൾക്ക് ആവശ്യമില്ല, ജസ്റ്റ് ആ പോയിൻറ്റ്സ് നോക്കിയാൽ മതി. അപ്പോൾ ഒന്നാമത്തെ പോയിൻ്റ് എന്താ? റൈറ്റ് ടു ആക്സസ് ടു ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. കമ്പനി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവും ഒരുപാട് ബുക്സും കാര്യങ്ങളും, അല്ലേ? അപ്പോൾ ഈ ബുക്സും കാര്യങ്ങളൊക്കെ ഇൻസ്പെക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതൊക്കെ ആക്സസ് ചെയ്യാന്ന് വെച്ചാൽ എന്താ, അതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്, ടു ടേക്ക് ഇറ്റ്, അല്ലേ? അപ്പോൾ അതിനുള്ള റൈറ്റ് ഈ ഓഡിറ്റർക്ക് ഉണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ പോയിൻ്റ് ഇനി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. റൈറ്റ് ടു ആക്സസ് ടു ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. റൈറ്റ് ടു ഇൻസ്പെക്ട് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആൻഡ് വൗച്ചേഴ്സ്, അല്ലെങ്കിൽ റൈറ്റ് ടു ആക്സസ് ടു ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആൻഡ് വൗച്ചേഴ്സ്. ഇതിൻ്റെ എക്സ്പ്ലനേഷനാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ദ ഓഡിറ്റർ ഹാസ് എ റൈറ്റ് ടു സീ ദ ബുക്സ് ആൻഡ് വൗച്ചേഴ്സ് ഓഫ് ദ കമ്പനി അറ്റ് ഓൾ ടൈം. എന്താ പറഞ്ഞത്? ഓഡിറ്റർക്ക് റൈറ്റ് ഉണ്ട് കമ്പനീൻ്റെ ബുക്സും അതുപോലെ തന്നെ വൗച്ചേഴ്സും ഏത് സമയം, എത്ര സമയമായാലും, അറ്റ് ഓൾ ടൈം എന്ന് പറഞ്ഞില്ലേ? അറ്റ് ഓൾ ടൈം എന്ന് വെച്ചാൽ എന്നാ, അറ്റ് എനി ടൈം എന്നാ, അല്ലേ? ഏത് ടൈമും അയാൾക്ക് നോക്കാൻ വേണ്ടിയിട്ടുള്ള അയാൾക്ക് അവകാശമുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ അറ്റ് ഓൾ ടൈം എന്ന് എഴുതിയിട്ടുള്ള കാര്യമില്ലേ, അറ്റ് ഓൾ ടൈം അല്ലെങ്കിൽ അറ്റ് എനി ടൈം, അതിൻ്റെ അർത്ഥം എന്താ? രാവിലെ ഉച്ചക്കും രാത്രി എല്ലാം അയാൾക്ക് നോക്കാമെന്നാ? അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. അതായത് കമ്പനീൻ്റെ വർക്കിംഗ് ഹവേഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ബിസിനസ് ഹവേഴ്സ് ഉണ്ടാവും. ഡ്യൂറിങ് ദാറ്റ് ടൈം ഹീ ക്യാൻ സീ ദ ബുക്സ് ആൻഡ് വൗച്ചേഴ്സ് അറ്റ് എനി ടൈം. അങ്ങനെയാട്ടോ ഉദ്ദേശിച്ചത്. അല്ലെങ്കിൽ അയാൾക്ക് പാതിരാത്രി കമ്പനിയിൽ വന്നിട്ട് ബുക്സ് ആൻഡ് അക്കൗണ്ട്സ് നോക്കാമെന്നല്ല. അറ്റ് ഓൾ ടൈം എന്ന് ഉദ്ദേശിച്ചത് കമ്പനീൻ്റെ ബിസിനസ് ഹവേഴ്സ് ഉണ്ടാകും. ആ ബിസിനസ് ഹവേഴ്സിൽ ഏത് ടൈമും അയാൾക്ക് എന്ത് ചെയ്യാം, ഈ ബുക്സും വൗച്ചേഴ്സ് എല്ലാം പിന്നെ നോക്കാനുള്ള റൈറ്റ് ഉണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്താണ് ഈ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എന്ന് പറയുന്നത്? രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന് ബുക്സ് ഓഫ് അക്കൗണ്ട്സ്, പിന്നെ ഒന്ന് വൗച്ചേഴ്സ്. ഇപ്പോൾ ഈ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എന്ന് പറഞ്ഞാൽ ഏതാ? നമുക്കറിയാം, ഫിനാൻഷ്യൽ ബുക്ക് കമ്പനി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാകും. അതുപോലെ തന്നെ സ്റ്റാറ്റ്യൂട്ടറി ബുക്ക് ഉണ്ടാകും. അതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ ബുക്ക് ഉണ്ടാകും. ഈ ബുക്സൊക്കെയാണ് ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ്? ഫിനാൻഷ്യൽ ബുക്കും സ്റ്റാറ്റ്യൂട്ടറി ബുക്കും സ്റ്റാറ്റിസ്റ്റിക്കൽ ബുക്സുമാണ് ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഐറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇനി അതുപോലെ തന്നെ വേറൊരു കാര്യമാണ് ഈ ഓഡിറ്റർക്ക് നോക്കാൻ വേണ്ടിയിട്ട് പറ്റിയത്, വൗച്ചേഴ്സ്, അല്ലേ? അപ്പോൾ വൗച്ചേഴ്സ് എന്ന് വെച്ചാൽ എന്താ? ഇറ്റ് ഈസ് ദ സപ്പോർട്ടിംഗ് ഡോക്യുമെൻ്റ് ഓഫ് എ ട്രാൻസാക്ഷൻ. അപ്പോൾ കമ്പനീൻ്റെ ട്രാൻസാക്ഷൻ കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന് അനുബന്ധിച്ചിട്ടുണ്ടാകുന്ന സപ്പോർട്ടിംഗ് ഡോക്യുമെൻസിനെയാണ് ഈ വൗച്ചേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വൗച്ചേഴ്സ് ഇൻക്ലൂഡ് ഓൾ ദ ഡോക്യുമെൻറ്റ്സ്, അല്ലെങ്കിൽ കറസ്പോണ്ടൻസ്, എഗ്രിമെൻറ്റ്സ് ആൻഡ് കോൺട്രാക്ട്സ് ആൻഡ് മിനിറ്റ്സ്. ഇതൊക്കെ ഇതിൽ വരുന്നതാണ്, വൗച്ചേഴ്സിൽ വരുന്നത്. അപ്പോൾ വൗച്ചേഴ്സ് എന്ന് വെച്ചാൽ എന്താ? ഇറ്റ് ഇൻക്ലൂഡ് ഓൾ ദ ഡോക്യുമെൻറ്റ്സ് ദാറ്റ് ഈസ് റിലേറ്റഡ് ടു ദ കമ്പനി. പിന്നെ അതുപോലെ തന്നെ കറസ്പോണ്ടൻസ് എഗ്രിമെൻറ്റ്സ്, പിന്നെ കോൺട്രാക്ട്സ്, അതുപോലെ തന്നെ മിനിറ്റ്സ്. ഈ കാര്യങ്ങളൊക്കെയാണ് വൗച്ചേഴ്സിൽ വരുന്നത്. ഓക്കെ, പിന്നെന്താ പറഞ്ഞിട്ടുള്ളത്? വെദർ ദേ ആർ കെപ്റ്റ് അറ്റ് ദ ഹെഡ് ഓഫീസ് ഓഫ് ദ കമ്പനി ഓർ എൽസ്വെയർ. പ്രത്യേകം ഇവിടെ പറയുന്നുണ്ട്, ഓഡിറ്റർക്ക് എന്ത് ചെയ്യാം, ഈ കമ്പനീൻ്റെ, ഇപ്പോൾ ഇയാൾ വർക്ക് ചെയ്യുന്നത് അതിൻ്റെ ഒരു ബ്രാഞ്ചിലാണെന്ന് വെച്ചു ഈ ഓഡിറ്റർ. അപ്പോൾ അയാൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അതിൻ്റെ ഹെഡ് ഓഫീസിൽ നിന്നും ഇതുപോലത്തുള്ള ഈ ബുക്സ് ഓഫ് അക്കൗണ്ട്സും വൗച്ചേഴ്സും എന്തെങ്കിലും ക്ലാരിറ്റി ഉണ്ടെങ്കിൽ അവരുടെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ചോദിക്കാം. അപ്പോൾ അതാ പറഞ്ഞത് കേട്ടോ. ദ ഓഡിറ്റർ ഹാസ് എ റൈറ്റ് ടു സീ ദ ബുക്സ് ആൻഡ് ദ വൗച്ചേഴ്സ് ഓഫ് ദ കമ്പനി അറ്റ് എനി ടൈം, അല്ലെങ്കിൽ അറ്റ് ഓൾ ടൈം, വെദർ ദേ ആർ കെപ്റ്റ് അറ്റ് ദ ഹെഡ് ഓഫീസ് ഓഫ് ദ കമ്പനി ഓർ എൽസ്വെയർ. ബ്രാഞ്ചസ് ആയിക്കോട്ടെ, ഹെഡ് ഓഫീസ് ആയിക്കോട്ടെ, എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽസ് ഈ ഓഡിറ്ററിന് കിട്ടാനുള്ള അവകാശമുണ്ട്. അപ്പോൾ എന്താണ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ്, എന്താണ് വൗച്ചേഴ്സ് എന്നുള്ളത് നോക്കുക. ഓക്കെ, ഇതാണ് ഒന്നാമത്തെ പോയിന്റ്. ഇനി രണ്ടാമത്തെ പോയിന്റ് നോക്കാം.
Right to obtained information and explanation. Right to obtained information and explanation. രണ്ടാമത്തെ പോയിന്റ് റൈറ്റ് ടു ഒബ്റ്റെയിൻ ദ എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ ഇൻഫർമേഷൻ. അതിലെന്താ പറഞ്ഞിട്ടുള്ളത്, ഇപ്പം ഓഡിറ്റർക്ക് എന്തെങ്കിലും കാര്യത്തിൽ ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ, എന്തെങ്കിലും കാര്യത്തിൽ ക്ലാരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ he can ask for the explanation from the two parties. ആരോടൊക്കെയാണ് എക്സ്പ്ലനേഷൻ ചോദിക്കാനുള്ളത്? ഒന്ന് ഡയറക്ടേഴ്സിൻ്റെ അടുക്കുന്ന്, അതുപോലെ തന്നെ കമ്പനിയിലെ ഓഫീസറുടെ അടുക്കുന്ന്. ഇവർ രണ്ടിലടുക്കും എന്ത് ചെയ്യാം, ഈ ഓഡിറ്റേഴ്സിന് ഏതെങ്കിലും കാര്യത്തിൽ ഇൻഫർമേഷൻ അല്ലെങ്കിൽ എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ, കാരണം ഈ ഓഡിറ്റിംഗ് വർക്ക് ചെയ്യുന്ന സമയത്ത് അയാൾക്ക് ചില കാര്യങ്ങൾ ഡൗട്ട് ഉണ്ടാവുമല്ലോ, ചിലത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്തുണ്ടാവില്ല, പിടികിട്ടൂല കാര്യങ്ങൾ. അപ്പം അതിനെക്കുറിച്ച് ഫേർദർ ഇൻഫർമേഷൻ കളക്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ ഇയാൾക്ക് എന്ത് ചെയ്യാം, ഡയറക്ടേഴ്സിൻ്റെ അടുക്കിൽ നിന്നും അതുപോലെ തന്നെ ഓഫീസേഴ്സിൻ്റെ അടുക്കിയും കമ്പനീൻ്റെ ചോദിക്കാവുന്നതാണ്. അതാ പറഞ്ഞിട്ടുള്ളത്. പിന്നെ അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഫ് ദ ഡയറക്ടേഴ്സ് ഓഫ് ഓഫീസേഴ്സ് റിഫ്യൂസ് ദ ഫേർണിഷ് സച്ച് ഇൻഫർമേഷൻ ഹി ഹാസ് ടു ദ റൈറ്റ് ടു മെൻഷൻ ഇൻ ദ റിപ്പോർട്ട്. ഇപ്പം ഇങ്ങനെ ചോദിച്ചിട്ടും ഈ ഡയറക്ടേഴ്സും ഓഫീസേഴ്സും ആ ക്ലാരിഫിക്കേഷൻ, ഇയാൾക്കൊരു ഡൗട്ട് വന്നു, അതിന് ക്ലാരിഫിക്കേഷൻ പോയിട്ട് ഡയറക്ടേഴ്സിൻ്റെ അടുക്കോ ഓഫീസറുടെ അടുക്കോ പോയിട്ട് ചോദിച്ചു, എന്നിട്ട് അവരതിന് എക്സ്പ്ലനേഷൻ കാര്യങ്ങളും കൊടുത്തിട്ടില്ലെങ്കിൽ ഈ ഓഡിറ്റർക്ക് എന്ത് ചെയ്യാം, ഇയാൾ ഇനി ലാസ്റ്റ് ഒരു ഓഡിറ്റ് റിപ്പോർട്ട് തയ്യാറാക്കല്ലോ, അതിനകത്ത് പ്രത്യേകം അവിടെ മെൻഷൻ ചെയ്യാം ഇങ്ങനെ കാര്യം ഉണ്ടായിട്ടുണ്ട് എന്ന്. ഈ ഡയറക്ടറും ഓഫീസേഴ്സും വേണ്ട എക്സ്പ്ലനേഷൻ കാര്യങ്ങളും തന്നിട്ടില്ല എന്നുള്ള എഴുതാനുള്ള റൈറ്റ് ഈ ഓഡിറ്റർക്ക് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് രണ്ടാമത്തെ പോയിന്റ്. ഇനി മൂന്നാമത്തെ പോയിന്റ് നമുക്ക് നോക്കാം. റൈറ്റ് ടു വിസിറ്റ് ദ ബ്രാഞ്ചസ്. റൈറ്റ് ടു വിസിറ്റ് ദ ബ്രാഞ്ചസ്. എന്താ പറഞ്ഞിട്ടുള്ളത്? റൈറ്റ് ടു വിസിറ്റ് ദ ബ്രാഞ്ചസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. ദ ഓഡിറ്റർ ഹാസ് എ റൈറ്റ് ടു വിസിറ്റ് ഈച്ച് ബ്രാഞ്ച് ഓഫ് ദ കമ്പനി ഇൻ കണക്ഷൻ വിത്ത് ദ ഓഡിറ്റ് ഓഫ് ദീസ് ബ്രാഞ്ചസ് ഓർ ദ കമ്പനി. എന്താ പറഞ്ഞത്? ഈ ഓഡിറ്റർക്ക് കമ്പനീൻ്റെ പലത് ബ്രാഞ്ചസ് ഉണ്ടാകും, അവിടെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, പോയിട്ട് വിസിറ്റ് ചെയ്തിട്ട് അവിടുത്തെ ബുക്സ് ഓഫ് അക്കൗണ്ട്സും ആവശ്യമാണെങ്കിൽ നോക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ അതവിടെ പറഞ്ഞിട്ടുള്ളത്. റൈറ്റ് ടു വിസിറ്റ് ദ ബ്രാഞ്ചസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓഡിറ്റർക്ക് ഓഡിറ്റ് വർക്കിൻ്റെ സംബന്ധമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ക്ലാരിഫിക്കേഷനോ എക്സ്പ്ലനേഷനോ വേണമെങ്കിൽ ഇവരുടെ ബ്രാഞ്ചസും കാര്യങ്ങളും മറ്റുണ്ടാകും, അവിടെയും പോയിട്ട് എന്ത് ചെയ്യാം, ഓഡിറ്റ് വർക്കിന് വേണ്ട കാര്യങ്ങൾ നോക്കാവുന്നതാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാം, എന്നാലും നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാകും. ഇപ്പം നിങ്ങൾക്കറിയാം റിലയൻസ് എന്ന് പറഞ്ഞ കമ്പനീൻ്റെ മെയിനായിട്ടുള്ള ബ്രാഞ്ച് ഉണ്ടാകും, അതുപോലെ തന്നെ ഒരുപാട് സബ് ബ്രാഞ്ചസും ഉണ്ടാവും അല്ലേ. അപ്പം ഈ മെയിൻ ബ്രാഞ്ച് എവിടെയെങ്കിലും ആയിരിക്കും സിറ്റുവേറ്റ് ചെയ്തിട്ടുണ്ടാവുക, പക്ഷേ ഈ സബ് ബ്രാഞ്ചസ് എന്ന് പറയുന്നത് ഒരുപാട് സ്ഥലത്തുണ്ടാകും അല്ലേ. അതിപ്പം നമുക്ക് എണ്ണിയാൽ തീരാവുന്നതായിരിക്കില്ല, ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ടാകും. അപ്പം അങ്ങനെ പറയുന്ന സമയത്ത് ഇപ്പം റിലയൻസിൻ്റെ ഹെഡ് ഓഫീസ് എന്ന് പറയുന്നത് മുംബൈ ആണ്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ഇതിൻ്റെ ബ്രാഞ്ചസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടനവധി ഉണ്ടാകും. അപ്പോൾ ഈ ഓരോ ബ്രാഞ്ചസിലും ഡൽഹിയിലുണ്ട്, അതുപോലെ തന്നെ പിന്നെ ബീഹാറിലുണ്ട്, കേരളത്തിലുണ്ട്, ഗുജറാത്തിലുണ്ട്, രാജസ്ഥാനിലുണ്ട്. അങ്ങനെ ഓരോ സംസ്ഥാനങ്ങളും ഒട്ടനവധി ബ്രാഞ്ചസ് ഉണ്ടാകും. അപ്പം ഈ ഓരോ സ്ഥലത്തും ഓഡിറ്റ് ചെയ്യുന്നത് ഈ മെയിൻ ബ്രാഞ്ചിലെ ആൾക്കാർ തന്നെ ആയിരിക്കുമോ? അല്ലല്ലോ, പല ബ്രാഞ്ചസിലും പല തരത്തിലുള്ള ഓഡിറ്റേഴ്സ് ആയിരിക്കും, അവിടുത്തെ ലോക്കൽ ഓഡിറ്റേഴ്സ് എന്നാണ് പറയുക. അപ്പോൾ ഓരോ ബ്രാഞ്ചസിലും അവിടുത്തെ ലോക്കൽ ഓഡിറ്റേഴ്സ് ആയിരിക്കും ഓഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഇനി ലാസ്റ്റ് നിങ്ങൾക്ക് ഓഡിറ്റ് റിപ്പോർട്ട് കിട്ടുന്ന സമയത്ത് ഈ ഓരോ ബ്രാഞ്ചിൻ്റെയും നിങ്ങൾക്ക് വേറെ റിലയൻസ് ഇന്ന് പറഞ്ഞിട്ട് ഓഡിറ്റ് കിട്ടുന്നുണ്ടാ? ഇല്ല. അവിടെ നമുക്ക് ലാസ്റ്റ് കിട്ടുന്ന ഓഡിറ്റിനെ പറയുന്നതാണ് കൺസോളിഡേറ്റഡ് ഓഡിറ്റ്. കൺസോളിഡേറ്റഡ് എന്ന് വെച്ചാൽ എന്താ, മൊത്തത്തിലെല്ലാം കൂടി ഇവരെന്ത് ചെയ്യും, ഒന്നിലൊതുക്കും.
അപ്പം മൊത്തത്തിൽ മെയിൻ ബ്രാഞ്ച് മുംബൈ, അപ്പം മുംബൈയിലെ ബ്രാഞ്ചിൻ്റെ ഓഡിറ്റ് ആയിരിക്കും ലാസ്റ്റ് നിങ്ങളെ കയ്യിൽ കിട്ടുന്നുണ്ടാവുക. ഓക്കെ. പക്ഷേ എന്നിട്ട് കൂടി ഈ ഓഡിറ്റർക്ക് എന്ത് ചെയ്യാം, ഓരോ ബ്രാഞ്ചസും, അതായത് വ്യത്യസ്തമായ ഓരോ പിന്നെ ബ്രാഞ്ചസ് ഉണ്ട് നമുക്കറിയാം. അവിടെ ഏത് ബ്രാഞ്ചിൻ്റെ വേണമെങ്കിലും ഈ ഓഡിറ്റേഴ്സിന് എന്ത് ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് അവരുടെ ഓഡിറ്റ് വർക്കിന് ക്ലാരിഫിക്കേഷൻ ആവശ്യമാണെങ്കിൽ പോയിട്ട് ചെക്ക് ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതാണ് റൈറ്റ് ടു വിസിറ്റ് ദ ബ്രാഞ്ചസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, മനസ്സിലായിരുന്നല്ലോ. ദ ഓഡിറ്റർ ഹാസ് എ റൈറ്റ് ടു വിസിറ്റ് ഈച്ച് ബ്രാഞ്ച് ഓഫ് ദ കമ്പനി ഇൻ കണക്ഷൻ വിത്ത് ദ ഓഡിറ്റ്. ഓക്കെ, അപ്പോൾ കമ്പനീൻ്റെ ഓഡിറ്റുമായിട്ട് ബന്ധപ്പെട്ട് അയാൾക്ക് എന്ത് ചെയ്യാം, ഏത് ബ്രാഞ്ചിൽ പോയിട്ടും അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ ആവശ്യമാണെങ്കിൽ പോയിട്ട് കളക്ട് ചെയ്യാം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മളിപ്പം ഇപ്പം ഒരു കമ്പനീൻ്റെ മെയിൻ ബ്രാഞ്ച് ഉണ്ടെങ്കിൽ അതിന് ഒരുപാട് സബ് ബ്രാഞ്ചസ് ഉണ്ടാകും. ആ സബ് ബ്രാഞ്ചസിലൊക്കെ വേറെ വേറെ ലോക്കൽ ഓഡിറ്റേഴ്സ് ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക. പക്ഷെ നമ്മൾ അതിനെല്ലാം കൂടി ലാസ്റ്റ് എന്തായിരിക്കും കിട്ടുന്നുണ്ടാവുക, കൺസോളിഡേറ്റഡ് ഓഡിറ്റ് ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. ഓക്കെ, അപ്പം ഈ ലോക്കൽ ഓഡിറ്റേഴ്സിന് വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്ക് എന്ത് ചെയ്യാം, ദേ ഹാവ് ദ റൈറ്റ് ടു വിസിറ്റ് ദ ബ്രാഞ്ചസ് ഫോർ എനി ക്ലാരിഫിക്കേഷൻ. അതാണ് റൈറ്റ് ടു വിസിറ്റ് ദ ബ്രാഞ്ചസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. നെക്സ്റ്റ് വൺ, റൈറ്റ് ടു സൈൻ ദ ഓഡിറ്റ്. നെക്സ്റ്റ് വൺ ആണ് റൈറ്റ് ടു സൈൻ ദ ഓഡിറ്റ്. നമ്മൾ ഓഡിറ്റ് വർക്ക് ആ റിപ്പോർട്ടിൽ റൈറ്റ് ചെയ്യാനുള്ള അധികാരം ആർക്കാണുള്ളത്, ഈ ഓഡിറ്റർക്കാണുള്ളത് അല്ലേ. ദ സൈൻ ഓഫ് ദ ഓഡിറ്റർ ഇസ് ഒതൻറ്റിക്കേറ്റ്. അപ്പോൾ ഓഡിറ്റർക്ക് എന്ത് ചെയ്യാം, അതിൽ റൈറ്റ് ചെയ്യാം. ഇപ്പം സാധാരണ ഒരു പേഴ്സൺ പോയിട്ട് ആ ഓഡിറ്റ് വർക്കിൽ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഫോർമൽ അല്ലെങ്കിൽ അതൊരു ഒഫീഷ്യലായിട്ടുള്ള ഡോക്യുമെൻ്റ് ആവില്ല. അതൊരു ഒതൻറ്റിക്കേറ്റ് ആയിട്ടുള്ള ഡോക്യുമെൻ്റ് ആവണമെങ്കിൽ ഇറ്റ് ഷുഡ് ബി സൈൻഡ് ബൈ ദ ഓഡിറ്റർ. അപ്പോൾ കമ്പനീൻ്റെ ലോയിൽ പ്രത്യേകം പറയുന്നുണ്ട്, ഒരു ഓഡിറ്റ് റിപ്പോർട്ട് അതിനൊരു ഒതൻറ്റിഫിക്കേഷൻ അല്ലെങ്കിൽ അതിനൊരു ഒഫീഷ്യലായിട്ടുള്ള ഓഡിറ്റ് വർക്ക് ആവണമെങ്കിൽ ആ ഓഡിറ്റ് റിപ്പോർട്ട് സൈൻ ചെയ്യേണ്ടത് ആരായിരിക്കണം, ഓഡിറ്റർ ആയിരിക്കണം. സോ ദ ഓഡിറ്റർ ഹാസ് എ റൈറ്റ് ടു സൈൻ ദ ഓഡിറ്റ് റിപ്പോർട്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് റൈറ്റ് ടു റിസീവ് റെമ്യൂണറേഷൻ. എന്താണ് റെമ്യൂണറേഷൻ അല്ലേ, എമൗണ്ട് റിസീവ് ചെയ്യാൻ, അയാൾ ചെയ്യുന്ന ഡ്യൂട്ടിക്ക് അയാൾക്ക് എന്ത് ചെയ്യണം, എമൗണ്ട് കിട്ടണം. അതിന് എന്ത് പറയുന്നത്, റൈറ്റ് ടു റിസീവ് ദ റെമ്യൂണറേഷൻ. The auditor has the right to ask for remuneration after completing the audit work of the company. In case of his dismissal after his appointment too, he is entitled to his fees. എന്താ പറഞ്ഞിട്ടുള്ളത്, ഈ ഓഡിറ്റർക്ക് അയാൾ ചെയ്യുന്ന വർക്കിന് എന്ത് കിട്ടണം, റെമ്യൂണറേഷൻ കിട്ടിയിരിക്കണം. നമുക്കറിയാം ഈ ഓഡിറ്റർ എന്ന് പറയുന്ന പേഴ്സൺ, അയാൾക്ക് റെമ്യൂണറേഷനും കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്യുന്നത് ആനുവൽ ജനറൽ മീറ്റിങ്ങിൽ വെച്ചിട്ടാണ്. അപ്പം അതിലെത്രയാണ് അയാൾ റെമ്യൂണറേഷൻ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹി ഈസ് ഹാവിങ് ദ റൈറ്റ് ടു ഗെറ്റ് ഹിസ് ഫീസ്. അപ്പം അതാ പറഞ്ഞത്, റൈറ്റ് ടു റിസീവ് ദ റെമ്യൂണറേഷൻ. അടുത്തത് റൈറ്റ് ടു സ്പീക്ക് അറ്റ് ദ ജനറൽ മീറ്റിംഗ്. റൈറ്റ് ടു സ്പീക്ക് അറ്റ് ദ ജനറൽ മീറ്റിംഗ്. ഓക്കെ, എന്താ പറഞ്ഞത്, എന്തെങ്കിലും മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുവാണെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാം, അവിടെ അയാളെ ഒപ്പീനിയനും കാര്യങ്ങളും അല്ലെങ്കിൽ അയാൾക്ക് പറയേണ്ട എന്തെങ്കിലും എക്സ്പ്ലനേഷനും കാര്യങ്ങളൊക്കെ കൊടുക്കാനുണ്ടെങ്കിൽ അയാൾക്ക് അതെന്ത് ചെയ്യാം, പറയാൻ വേണ്ടിയിട്ട് സാധിക്കും. അതാണ് റൈറ്റ് ടു സ്പീക്ക് അറ്റ് ദ ജനറൽ മീറ്റിംഗ്. ഈ പോയിൻ്റാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് കൊടുത്തിട്ടുള്ളത്. റൈറ്റ് ടു റിസീവ് നോട്ടീസ് ആൻഡ് അറ്റൻഡ് ദ ജനറൽ മീറ്റിംഗ്. ദ ഓഡിറ്റർ ഹാസ് എ റൈറ്റ് ടു റിസീവ് നോട്ടീസ് ഓഫ് ദ ജനറൽ മീറ്റിംഗ് ആൻഡ് അറ്റൻഡ് ഇറ്റ്. അതായത് ഈ ഓഡിറ്റർക്ക് ഒരു ജനറൽ മീറ്റിംഗ് നടക്കുകയാണെങ്കിൽ അത് അറ്റൻഡ് ചെയ്യേണ്ടിയിട്ട് ആദ്യമേ എന്ത് ചെയ്യണം, നോട്ടീസ് കൊടുത്തിരിക്കണം. ഓക്കെ, അത് കിട്ടുക എന്നുള്ളത്
അയാൾക്കുള്ള ഒരു അധികാരമാണ്. ആ ഓഡിറ്റർക്ക് ഇങ്ങനെ ഒരു ജനറൽ മീറ്റിംഗ് നടക്കുന്നുണ്ട്, അതിന് മുന്നോടിയായിട്ട് നോട്ടീസ് എല്ലാവർക്കും കൊടുക്കുന്നുണ്ടാകും അല്ലേ. ഒരു ജനറൽ മീറ്റിംഗ് നടക്കുകയാണെങ്കിൽ ആ ജനറൽ മീറ്റിങ്ങിന് മുന്നേ എന്ത് ചെയ്യുന്നുണ്ടാവും, എല്ലാവർക്കും നോട്ടീസ് കൊടുക്കും. അപ്പോൾ ആ നോട്ടീസ് കിട്ടുക എന്നുള്ളത് ഇയാളെ റൈറ്റാണ്. കാരണം ഇയാളൊരു റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സണാണ് ഒരു കമ്പനീനെ സംബന്ധിച്ച്. അപ്പോൾ അയാൾക്ക് എന്ത് ചെയ്യണം, ഹി ഹാസ് ദ റൈറ്റ് ടു റിസീവ് ദ നോട്ടീസ്. അപ്പം അങ്ങനെ നോട്ടീസ് കിട്ടിക്കഴിഞ്ഞാൽ അയാൾക്ക് എന്ത് ചെയ്യാം, ജനറൽ ബോഡി മീറ്റിങ്ങിൽ അയാൾ പങ്കെടുക്കുന്നു. അതുപോലെ തന്നെ അവിടെ വെച്ചിട്ട് എന്തെങ്കിലും ക്ലാരിഫിക്കേഷനും കാര്യങ്ങളും ചോദിക്കുകയാണെങ്കിൽ അക്കൗണ്ട്സിനെ കുറിച്ചിട്ടുള്ളത് ഇയാൾക്കത് എന്ത് ചെയ്യാം, പറഞ്ഞു കൊടുക്കാം. അടുത്ത പോയിന്റ്, റൈറ്റ് ടു കറക്റ്റ് ദ റോങ് സ്റ്റേറ്റ്മെൻറ്റ്. റൈറ്റ് ടു കറക്റ്റ് ദ റോങ് സ്റ്റേറ്റ്മെൻറ്റ്. റൈറ്റ് ടു കറക്റ്റ് അല്ലെങ്കിൽ റൈറ്റ് ടു കറക്ഷൻ ഓഫ് റോങ് സ്റ്റേറ്റ്മെൻറ്റ്. ദ ഓഡിറ്റർ ഹാസ് എ റൈറ്റ് ടു കറക്റ്റ് എനി റോങ് സ്റ്റേറ്റ്മെൻറ്റ് മെയ്ഡ് ബൈ ദ ഡയറക്ടേഴ്സ് ഇൻ ദ ജനറൽ മീറ്റിംഗ്. അപ്പം എന്താ പറഞ്ഞിട്ടുള്ളത്, ഈ ഓഡിറ്റേഴ്സ് അവർക്ക് ഒരു റൈറ്റ് ഉണ്ട്. ഈ ജനറൽ മീറ്റിംഗ് നമ്മൾ പറഞ്ഞല്ലോ, ജനറൽ മീറ്റിങ്ങിൽ നോട്ടീസ് കിട്ടും. ആ ജനറൽ മീറ്റിങ്ങിന് നോട്ടീസ് കിട്ടിക്കഴിഞ്ഞാൽ ഇയാൾക്ക് എന്ത് ചെയ്യാം, ആ ഓഡിറ്റർക്ക് പിന്നെ ഓഡിറ്റിംഗ് ജനറൽ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളത്. അപ്പം അങ്ങനെ ജനറൽ മീറ്റിങ്ങിൽ പങ്കെടുത്ത് കഴിഞ്ഞിട്ട് ഏതെങ്കിലും കാര്യം റോങ് ആയിട്ട് ഡയറക്ടേഴ്സ് പറയുകയാണെങ്കിൽ അതെന്ത് ചെയ്യാം, ഈ ഓഡിറ്റർക്ക് കറക്റ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള റൈറ്റ് ഉണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അക്കൗണ്ട്സ് സംബന്ധിച്ച ഡീറ്റെയിൽസ് ആണെങ്കിലാണ് ഈ ഓഡിറ്റർക്ക് റൈറ്റ് ഉള്ളത്. ഓക്കെ, ബട്ട് ദ സ്റ്റേറ്റ്മെൻറ്റ് മസ്റ്റ് റിലേറ്റഡ് ടു ദ അക്കൗണ്ട്സ് ഓഫ് ദ കമ്പനി. അപ്പോൾ കമ്പനീൻ്റെ അക്കൗണ്ട്സുമായിട്ട് റിലേറ്റ് ചെയ്ത ഏതെങ്കിലും ഡീറ്റെയിൽസ് ഡയറക്ടേഴ്സ് റോങ് ആയിട്ട് മെൻഷൻ ചെയ്യുവാണെങ്കിൽ ദ ഓഡിറ്റേഴ്സ് ഹാവ് ദ റൈറ്റ് ടു കറക്റ്റ് ഇറ്റ്. ഓക്കെ, അപ്പോൾ എന്താ പറഞ്ഞിട്ടുള്ളത്, കമ്പനിയായിട്ട് റിലേറ്റ് ചെയ്ത അക്കൗണ്ട്സ് ഉണ്ടാകും. ആ അക്കൗണ്ട്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഡയറക്ടേഴ്സ് റോങ് ആയിട്ട് പറയുവാണെങ്കിൽ, തെറ്റായിട്ട് പറയുകയാണെങ്കിൽ ദ ഓഡിറ്റേഴ്സ് ഹാവ് ദ റൈറ്റ് ടു കറക്റ്റ് ഇറ്റ്. Next one, right to comment on inadequacy of accounting system. Right to comment on inadequacy of accounting system. ഓഡിറ്റേഴ്സിന് അക്കൗണ്ടിങ് സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും കാര്യങ്ങൾ കമ്പനിയിൽ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത് തെറ്റാണ് കണ്ടിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനുള്ള അധികാരം ഓഡിറ്റേഴ്സിനുണ്ട്. If the accounting system maintained is inadequate in the company, the auditor can advise the board to change it. ഇപ്പോൾ എന്താ പറഞ്ഞിട്ടുള്ളത്, കമ്പനിയിൽ ഇപ്പം മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന അക്കൗണ്ടിങ് സിസ്റ്റം അത് അത്ര ശരിയല്ല എന്ന് ഉള്ളത് ഈ ഓഡിറ്റർക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യാം, ഇയാൾക്ക് ബോർഡിനെ അറിയിക്കാം. അങ്ങനെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ അടുക്ക ഇയാൾക്ക് എന്ത് ചെയ്യാം, ആ സിസ്റ്റം ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറയാനുള്ള അധികാരം പിന്നെ ഈ ഓഡിറ്റർക്ക് ഉണ്ട് എന്നാണ് പറഞ്ഞത്. Okay, the auditor has the right to comment on the inadequacy of the accounting system. കമ്പനി ഫോളോ ചെയ്യുന്ന അക്കൗണ്ടിങ് സിസ്റ്റം ശരിയല്ല തോന്നിയിട്ടുണ്ടെങ്കിൽ അത് പറയാനുള്ള അധികാരം ഓഡിറ്റേഴ്സിനുണ്ട്. പിന്നെ he has the right to mention the fact in his report too. എന്നിട്ട് അത് ഓഡിറ്റിംഗ് വർക്ക്, നമ്മൾ ഓഡിറ്റിംഗ് ലാസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഓഡിറ്റിംഗ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുമല്ലോ. അപ്പോൾ ഓഡിറ്റിംഗ് റിപ്പോർട്ടിൽ ഇതിനെക്കുറിച്ചിട്ട് അയാൾക്ക് വേണമെങ്കിൽ പരാമർശിക്കാവുന്നതാണ്. അക്കൗണ്ടിങ് സിസ്റ്റം കമ്പനി മെയിൻറ്റെയിൻ ചെയ്തത് തെറ്റാണെന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ അത് ഇയാൾ ചേഞ്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അതിനെക്കുറിച്ച് മെൻഷൻ ചെയ്യാം. അടുത്തത്, റൈറ്റ് ടു ഹാവ് ലീഗൽ ആൻഡ് ടെക്നിക്കൽ അഡ്വൈസ്. റൈറ്റ് ടു ഹാവ് ലീഗൽ ആൻഡ് ടെക്നിക്കൽ അഡ്വൈസ്. The auditor has the right to take legal or expert technical advice about the performance of his work, but he should give his own opinion in the audit report and not that of the expert. എന്താ പറഞ്ഞിട്ടുള്ളത്, ഈ ഓഡിറ്റർക്ക് വേണമെങ്കിൽ ലീഗൽ അല്ലെങ്കിൽ ടെക്നിക്കൽ അഡ്വൈസ് മറ്റുള്ള ഒരാളിൽ നിന്ന് വാങ്ങാവുന്നതാണ്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാം ഈ ഓഡിറ്റ് റിപ്പോർട്ട് നമ്മളിപ്പം പല കമ്പനീസിൻ്റെ ആയിരിക്കും അല്ലേ ചെയ്യുന്നുണ്ടാവും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു കൺസ്ട്രക്ഷൻ കമ്പനീൻ്റെ ആണെന്ന് വെച്ചോ.
ഈ ഓഡിറ്റർക്ക് ഈ കൺസ്ട്രക്ഷൻ കമ്പനിയായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ പിന്നെ സിമെൻറ്റിൻ്റെയും കല്ലിൻ്റെയും ഒക്കെ ഡീറ്റെയിൽസൊക്കെ അതിൽ ഓഡിറ്റിംഗ് വർക്ക് ചെയ്യുന്ന സമയത്ത് കാണുന്നുണ്ടാവും. ഇതിനെക്കുറിച്ചെല്ലാം ഓഡിറ്റർ ഈ കല്ലിനും സിമെൻറ്റിനെയും കുറിച്ചുള്ള കാര്യങ്ങൾ ഇയാൾ അറിയണമെന്നുണ്ടോ? ഇല്ലല്ലോ. അതൊക്കെ എൻജിനീയേഴ്സിനൊക്കെ അറിയുന്ന കാര്യമായിരിക്കും അല്ലേ? അപ്പം അതാ പറഞ്ഞത്, അങ്ങനെ ഏതെങ്കിലും കാര്യത്തിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാം, ലീഗൽ അല്ലെങ്കിൽ ടെക്നിക്കൽ അഡ്വൈസ് മറ്റുള്ളവരിൽ നിന്ന് ചോദിക്കാവുന്നതാണ്. ഈ ടെക്നിക്കൽ അഡ്വൈസ് അല്ലെങ്കിൽ ലീഗൽ അഡ്വൈസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആർക്കിടെക്ചർ, ഇപ്പം ഞാൻ പറഞ്ഞു കൺസ്ട്രക്ഷൻ കമ്പനിന്ന്. അപ്പോൾ കൺസ്ട്രക്ഷൻ കമ്പനി ആണെങ്കിൽ അവിടെ വരുന്നത് ആർക്കിടെക്ചർ ആയിരിക്കും. അപ്പോൾ അയാളുടെ അടുത്ത് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഫെർദർ ക്ലാരിഫിക്കേഷൻ ഇയാൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള അഡ്വൈസ് വേണമെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഇതാണ് റൈറ്റ് ടു ടേക്ക് ലീഗൽ ആൻഡ് ടെക്നിക്കൽ അഡ്വൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അതിനുശേഷം നമ്മളെല്ലാം കഴിഞ്ഞ ശേഷം ഓഡിറ്റ് റിപ്പോർട്ട് തയ്യാറാക്കുമല്ലോ. പക്ഷേ ആ ഓഡിറ്റ് റിപ്പോർട്ട് എഴുതുന്ന സമയത്ത് ഈ ആർക്കിടെക്റ്റ് പറഞ്ഞ കാര്യം അവിടെ പരാമർശിക്കണം എന്നില്ല. ഇയാളെ സ്വന്തം ഓൺ ഒപ്പീനിയൻ ആയിരിക്കണം ഈ ഓഡിറ്റർ അതിൽ എഴുതേണ്ടത്. ഓക്കെ. അപ്പോൾ ഓഡിറ്റർ ഷുഡ് റൈറ്റ് ഹിസ് ഓൺ ഒപ്പീനിയൻ ഇൻ ദ ഓഡിറ്റ് വർക്ക് ആൻഡ് നോട്ട് ദ അഡ്വൈസ് ഓഫ് ദ എക്സ്പേർട്ട്. ഓഡിറ്റ് റിപ്പോർട്ടിൽ ഇയാളുടെ അഭിപ്രായം തന്നെ എഴുതണം, ഓഡിറ്ററിൻ്റെ, അല്ലാണ്ട് എക്സ്പേർട്ടിൻ്റെ അല്ല. ലാസ്റ്റത്തതാണ് റൈറ്റ് ടു ബി ഇൻഡെമിനിഫൈഡ്. റൈറ്റ് ടു ബി ഇൻഡെമിനിഫൈഡ്. The auditor has a right to be indemnified out of the assets of the company for all legitimate expenses incurred by him in defending a lawsuit filed against him. ഈ റൈറ്റ് ടു ബി ഇൻഡെമിനിഫൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താ ഇൻഡെമിനിഫൈഡ് എന്ന് വെച്ചാൽ, ഡാമേജ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ കോമ്പൻസേറ്റ് ചെയ്യുന്നതിനെയാണ് റൈറ്റ് ടു ബി ഇൻഡെമിനിഫൈഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പോൾ എന്താ പറഞ്ഞത്, റൈറ്റ് ടു ബി ഇൻഡെമിനിഫൈഡ്. അപ്പോൾ റൈറ്റ് ടു ബി ഇൻഡെമിനിഫൈഡ് എന്ന് വെച്ചാൽ എന്തെങ്കിലും തരത്തിലുള്ള ഡാമേജ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് കോമ്പൻസേറ്റ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ. The auditor has a right to be indemnified out of the assets of the company against any liability incurred by him defending himself against any civil or criminal proceeding of the company. ഇതിൽ ലാസ്റ്റത്തെ സെൻറ്റൻസ് ആണെന്നില്ലേ, ഓൾ ലെജിറ്റിമേറ്റ് എക്സ്പെൻസസ് ഇൻകേർഡ് ബൈ ഹിം ഇൻ ഡിഫെൻഡിങ് എ ലോ സ്യൂട്ട് എന്നെല്ലാം പറഞ്ഞിട്ട് അതിൻ്റെ മീനിങ് ഞാൻ ഒന്ന് പറഞ്ഞുതരാം. അതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ, കമ്പനി എന്തെങ്കിലും തരത്തിലെ കേസ്, അതായത് സിവിൽ അല്ലെങ്കിൽ ക്രിമിനൽ, ഓക്കെ, സിവിൽ അല്ലെങ്കിൽ ക്രിമിനൽ കേസ് ഈ കമ്പനി ഓഡിറ്റർക്കെതിരെ ഫയൽ ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചോ. അപ്പം കമ്പനി ഓഡിറ്റർക്കെതിരെ സിവിൽ അല്ലെങ്കിൽ ക്രിമിനൽ കേസ് എന്തെങ്കിലും ഫയൽ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിനുശേഷം കേസൊക്കെ തെളിയിച്ചു കഴിഞ്ഞു. എന്നിട്ട് മനസ്സിലായി ഈ ഓഡിറ്റർ ഹോണസ്റ്റ് ആണെന്ന്. ഓക്കെ. അപ്പോൾ എന്താ മനസ്സിലായ, കമ്പനി ഓഡിറ്റർക്കെതിരെ സിവിൽ അല്ലെങ്കിൽ ക്രിമിനൽ കേസ് ഫയൽ ചെയ്തു എന്ന് വെച്ചോ. എന്നിട്ട് അതിനുശേഷം പിന്നെ മനസ്സിലായി ഈ ഓഡിറ്റർ ഹോണസ്റ്റ് ആണ് എന്നുള്ളത്. ഓക്കെ. അപ്പോൾ ഓഡിറ്റർ ഹോണസ്റ്റ് ആണെന്നുള്ളത് തെളിഞ്ഞു. അങ്ങനെ ഹോണസ്റ്റ് ആണെന്ന് തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാം ഈ ഓഡിറ്റർക്ക് പലതരത്തിലെ ചിലവ് അല്ലെങ്കിൽ എക്സ്പെൻസസ് ഈ കേസിന് പിറകെ പോയപ്പോൾ ഉണ്ടായിട്ടുണ്ടാവും അല്ലേ. അപ്പം അങ്ങനെ ഈ ഓഡിറ്റർ ഓണസ്റ്റ് ആണെന്ന് തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഓഡിറ്റർക്ക് എന്ത് ചെയ്യാം, കമ്പനീൻ്റെ എസറ്റിൽ നിന്നിത് ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും എന്ന്. ഓക്കെ. അപ്പോൾ അതവിടെ പറഞ്ഞിട്ടുള്ളത്. സോ ദ ഓഡിറ്റർ ഹാസ് എ റൈറ്റ് ടു ബി ഇൻഡെമിനിഫൈഡ് ഔട്ട് ഓഫ് ദ അസറ്റ്സ് ഓഫ് ദ കമ്പനി. ഈ ഓഡിറ്റർക്ക് എന്തെങ്കിലും ഡാമേജ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇയാൾക്ക് എന്ത് ചെയ്യാം, കമ്പനീൻ്റെ എസറ്റ് ആയിട്ട് എന്ത് ചെയ്യാം, കമ്പനീൻ്റെ എസറ്റിൽ നിന്ന് ഇത് ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇതാണ് റൈറ്റ് ടു ബി ഇൻഡെമിനിഫൈഡ്. ഇത്രയാണ് റൈറ്റ്സ് കേട്ടോ. മൊത്തത്തിൽ 10 ഉണ്ട്.